ഹലോ ഫ്രണ്ട്സ്, SSLC കണക്ക് പരീക്ഷയ്ക്ക് ജസ്റ്റ് പാസ് ആയാൽ മതിയോ? എങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. SSLC മാത്സ് എക്സാമിൽ 80-ൽ 24 മാർക്ക് കിട്ടിയാൽ പാസ്സാവാം. ഈ വീഡിയോയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി 24 മാർക്കിന് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന 7 ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന പാഠഭാഗത്തിൽ നിന്നും 2025, 24, 23, 22, 21, 20 വർഷങ്ങളിൽ ഒരുപോലെ 5 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. The table below shows the number of children in a class sorted according to their heights. If the students are directed to stand in a line according to the order of their heights, starting from the smallest, then ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയെ മുന്നിൽ നിർത്തി അവന് പിറകിലായി മറ്റുള്ളവരെ ഉയരക്രമം അനുസരിച്ച് ഒരു വരിയായി നിർത്തിയാൽ തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അഥവാ സ്ഥിതിവിവര പട്ടിക നോക്കാം. ആദ്യത്തെ കോളം ഹൈറ്റ് അഥവാ ഉയരമാണ്. രണ്ടാമത്തെ കോളം നമ്പർ ഓഫ് ചിൽഡ്രൻ അഥവാ കുട്ടികളുടെ എണ്ണമാണ്. 130 മുതൽ 140 സെന്റിമീറ്റർ വരെ 7 കുട്ടികളാണ്. 140 മുതൽ 150 സെന്റിമീറ്റർ വരെ 9 കുട്ടികളാണ്. 150 സെന്റിമീറ്റർ മുതൽ 160 സെന്റിമീറ്റർ വരെ 10 കുട്ടികളാണ്. 160 സെന്റിമീറ്റർ മുതൽ 170 സെന്റിമീറ്റർ വരെ 10 കുട്ടികളാണ്. 170 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെ 9 കുട്ടികളുമാണ്. ഇനി 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ദ ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ? എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ് മധ്യമ ഉയരം? വാട്ട് ഈസ് ദ അസ്യൂംഡ് ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ ദ 17th പൊസിഷൻ? 17ാമത്തെ കുട്ടിയുടെ ഉയരം സങ്കല്പ പ്രകാരം എത്രയാണ്? ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ്. മധ്യമ ഉയരം കണക്കാക്കുക. ഇതേ പാറ്റേണിലാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അഥവാ ഒരു സ്ഥിതിവിവര പട്ടിക തന്ന് അതിൽ നിന്നും മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനായി വരിക. അതായത് 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ അഥവാ മധ്യമത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനായിരിക്കും. അത് 1 മാർക്കിനാണ് ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ് അല്ലെങ്കിൽ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ് അത് കണ്ടുപിടിക്കാനായിരിക്കും. ഇവിടെ 17th പൊസിഷന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മീഡിയൻ കണ്ടുപിടിക്കാൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനായിരിക്കും. ഈ B-C ക്വസ്റ്റ്യനുകൾക്ക് 2 മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ 5 മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കുക. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അഥവാ സ്ഥിതിവിവര പട്ടിക എഴുതാം. ആദ്യത്തെ കോളം ഹൈറ്റ് ആണ്. രണ്ടാമത്തെ കോളം നമ്പർ ഓഫ് ചിൽഡ്രൻ. ഈ ഹൈറ്റ് ആണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ. നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ ക്ലാസ് ഇന്റർവെൽ ആണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ചിൽഡ്രൻ ക്ലാസ് ഇന്റർവെല്ലിലെ ഫ്രീക്വൻസി ആണ്. ഓരോ ക്ലാസ് ഇന്റർവെൽസ് വീതം എഴുതാം. 130 to 140, 140 to 150, 150 to 160, 160 to 170, 170 to 180. ഇനി ഫ്രീക്വൻസി 7, 9, 10, 10, 9. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? പൊസിഷൻ ഓഫ് ദ മീഡിയൻ അഥവാ മധ്യമത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനാണ്. പൊസിഷൻ ഓഫ് ദ മീഡിയൻ അല്ലെങ്കിൽ മധ്യമത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് n/2, രണ്ടാമത്തത് n+1/2. ആദ്യം തന്നെ എന്താണ് n എന്ന് നോക്കാം. അതായത് ഫ്രീക്വൻസിയെ നമ്മൾ സ്മോൾ ലെറ്റർ f കൊണ്ടാണ് സൂചിപ്പിക്കുകയെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ സം ആണ് സ്മോൾ ലെറ്റർ n എന്നത്. അതായത് 7 + 9 + 10 + 10 + 9 ഇത് എത്രയാണോ അതാണ് n എന്നത്. 7 + 9 എത്രയാണ്? 16 ആണ്. 16 + 10 26, 26 + 10 36, 36 + 9 45. അതായത് ടോട്ടൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ n എത്രയാണ്? 45 ആണ്. ഇനി ഈ n/2 എന്ന ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഈ സ്മോൾ ലെറ്റർ n എന്നത് ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാവുമ്പോൾ. ഇനി n+1/2 എന്ന ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? സ്മോൾ ലെറ്റർ n എന്നത് ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാവുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ n എന്നത് 45 ആണ്. 45 ഒറ്റക്ക സംഖ്യയാണോ അതോ ഇരട്ടക്ക സംഖ്യയാണോ? നമുക്കറിയാം 45 എന്നത് ഒരു ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്? n+1/2 എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്.
എന്ത് വരും 45 പ്ലസ് 1/2. 45 പ്ലസ് 1 എത്രയാണ്? 46 46ന്റെ പകുതി എന്ന് പറയുന്നത് 23. അതായത് 23rd ചൈൽഡിന്റെ ഹൈറ്റ് ആണ് പൊസിഷൻ ഓഫ് ദ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മീഡിയൻ ഈസ് ദ ഹൈറ്റ് ഓഫ് ദ 23rd ചൈൽഡ്. ഇനി മലയാളത്തിലാണെങ്കിൽ മധ്യമം എന്നത് 23ാമത്തെ കുട്ടിയുടെ ഉയരമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എപ്പോഴും ഒരു സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ്, അതായത് ഏത് മെഷർമെന്റ് ആണോ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ തന്നിട്ടുള്ളത് അതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 17th പേഴ്സന്റെ, അതായത് 17th ചൈൽഡിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ അതിനു മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മീഡിയൻ അഥവാ മധ്യമം കാണാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? x0 പ്ലസ് കെ ഡി. ഇതാണ് ആ ഇക്വേഷൻ. ഈ x0 എന്നതാണ് ആ സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ x0 എന്താണ് വരുന്നത്? 17th പൊസിഷനിലുള്ള കുട്ടിയുടെ ഉയരമാണ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു തരാം. ഇനി കെ എന്നത് എന്താണ്? ആ സ്പെഷ്യൽ പേഴ്സന്റെ പൊസിഷൻ. ഇവിടെ ഏതാണ്? 17ാമത്തെ പൊസിഷൻ അല്ലേ? ആ 17ാമത്തെ പൊസിഷനിൽ നിന്നും നമ്മുടെ മീഡിയൻ പൊസിഷനിലേക്കുള്ള ദൂരം, അതായത് 17ാമത്തെ കുട്ടിയിൽ നിന്നും 23ാമത്തെ കുട്ടിയിലേക്കുള്ള ദൂരമാണ് കെ എന്ന് പറയുന്നത്. ഇനി ഡി എന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ആദ്യം തന്നെ ഈ x0 ഈ 17ാമത്തെ കുട്ടിയുടെ പൊസിഷൻ ആയത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മീഡിയൻ ക്ലാസ് അല്ലെങ്കിൽ മധ്യമ ക്ലാസ് എന്ന് പറയുന്നത് 23ാമത്തെ കുട്ടി നിൽക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുക. ഓക്കെ, അപ്പോ ഈ ക്ലാസ് ഇന്റർവെല്ലിൽ 23ാമത്തെ കുട്ടി നിൽക്കുന്ന ക്ലാസ് ഏതാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ കണ്ടുപിടിക്കാം. ആദ്യത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 7 തന്നെ. ഇനി രണ്ടാമത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7ഉം 9ഉം കൂട്ടിയതാണ്. 7ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 16. ഇനി മൂന്നാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 3 കൂട്ടിയതാണ്. അതായത് 7 + 9 + 10 ആണ്. എത്രയാ? 26. ഇനി നാലാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 + 9 + 10 + 10 ആണ്. 36. ഇനി അവസാനത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എല്ലാ ഫ്രീക്വൻസിയും കൂടെ കൂട്ടിയതാണ്. അതായത് 7 + 9 + 10 + 10 + 9 എത്രയാ? 45. ഇനി എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കുട്ടി മുതൽ 45ാമത്തെ കുട്ടി വരെ നമ്മൾ ഹൈറ്റിന്റെ ക്രമത്തിൽ, അതായത് ഉയരം കുറഞ്ഞ കുട്ടിയിൽ നിന്നും ഉയരം കൂടിയ കുട്ടിയിലേക്ക് നിരത്തി നിർത്തുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടി മുതൽ 7ാമത്തെ കുട്ടി വരെ വരുന്നത് 130 മുതൽ 140 സെന്റിമീറ്റർ ഹൈറ്റിലാണ്. ഇനി 8ാമത്തെ കുട്ടി മുതൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്ര? 16 അല്ലേ? അപ്പൊ 16ാമത്തെ കുട്ടി വരെ വരുന്നത് 140 സെന്റിമീറ്റർ മുതൽ 150 സെന്റിമീറ്റർ ഹൈറ്റിലാണ്. ഇനി 17ാമത്തെ കുട്ടി മുതൽ 26ാമത്തെ കുട്ടി വരെ വരുന്നത് 150ന്റെയും 160 സെന്റിമീറ്ററിന്റെയും ഇടയിലാണ്. ഇനി 27ാമത്തെ കുട്ടി മുതൽ 36ാമത്തെ കുട്ടി വരെ വരുന്നത് 160 മുതൽ 170 സെന്റിമീറ്ററിന്റെ ഉള്ളിലാണ്. ഇനി 37ാമത്തെ കുട്ടി മുതൽ 45ാമത്തെ കുട്ടി വരെ വരുന്നത് 170 മുതൽ 180 സെന്റിമീറ്റർ ഹൈറ്റിന്റെ ഉള്ളിലാണ്. ഇതാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 23ാമത്തെ കുട്ടി നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം 23 എന്നത് 17ന്റെയും 26ന്റെയും ഇടയിലുള്ള സംഖ്യയാണ്. അതായത് 17ാമത്തെ കുട്ടി മുതൽ 26ാമത്തെ കുട്ടി വരെ 150 മുതൽ 160 സെന്റിമീറ്ററിന്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് മീഡിയൻ ക്ലാസ് അഥവാ മധ്യമ ക്ലാസ് കണ്ടുപിടിക്കുന്നത്. മീഡിയൻ ക്ലാസ് എത്രയാണ്? 150 to 160 ആണ്. ഇനി മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 10 ആണ്. അതായത് മീഡിയൻ ക്ലാസ്സിൽ 10 കുട്ടികളാണുള്ളത്. ഇനി നമുക്കിവിടെ 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ കുട്ടിയായിരിക്കും 17ാമത്തെ കുട്ടി. ഓക്കെ, അപ്പൊ എപ്പോഴും
ഒരു സ്പെഷ്യൽ പേഴ്സന്റെ മെഷർമെന്റ് നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയി ചോദിക്കും. ആ സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ് അഥവാ മധ്യമ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആളാരാണ്? 17ാമത്തെ കുട്ടിയല്ലേ? ഈ 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ എപ്പോഴും രണ്ടാമത്തെ ചോദ്യം എന്നത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സന്റെ മെഷർമെന്റ് ആയിരിക്കും. അത് ഹൈറ്റോ വെയിറ്റോ എന്താണോ ആ മെഷർമെന്റ് ആയിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ആ 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് ചോദിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? L പ്ലസ് ഡി ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഈ L എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് ഇത് 150, അപ്പർ ലിമിറ്റ് ആണ് 160. ഇനി ഡി എന്നത് എന്താണ്? ഡി ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അതായത് മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എത്രയാ? 160. ഇനി മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റോ 150 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ്? 10. 160 നിന്നും 150 പോയാൽ 10 ആണ്. 10/10 1. അതായത് ഡി എന്നത് എത്രയാണ് കിട്ടിയത്? 1 ആണ്. ഇനി നമുക്ക് X17 അതായത് 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാം. L എത്രയാണ്? 150 പ്ലസ് ഡി എന്നത് 1 ആണ് ബൈ 2. അതായത് 150 പ്ലസ് 1/2. 1/2 എന്ന് പറയുന്നത് 0.5നെയാണ്. അപ്പൊ 150 പ്ലസ് 0.5 എന്ത് വരും? 150.5 സെന്റിമീറ്റർ ആണ് 17ാമത്തെ കുട്ടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, അതെപ്പോഴും മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനായിരിക്കും. മീഡിയൻ കാണാനുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻ എന്താണ്? x0 പ്ലസ് കെ ഡി. ഈ x0 എന്നത് എന്താണ്? ആ സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ് ആണ്. അതായത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യം വരുന്ന ആരാ? 17 അല്ലേ? ഈ ചോദ്യത്തിൽ 17ാമത്തെ ആളാണ്. ഏതൊരു ചോദ്യത്തിലായാലും മീഡിയൻ ക്ലാസ്സിൽ ആദ്യം വരുന്ന പേഴ്സൺ ആണ് ആ സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 17ാമത്തെ കുട്ടി ആയതുകൊണ്ട് നമ്മൾ x0ന്റെ സ്ഥാനത്ത് X17 എന്ന് എഴുതുന്നു. പ്ലസ് അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കെ എന്നത് എന്താണ്? മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സൺ. ഓക്കെ, ആദ്യത്തെ പേഴ്സന്റെ പൊസിഷൻ 17 ആണ്. ഈ 17ൽ നിന്നും മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്നത് 23 അല്ലേ? 23ലേക്കുള്ള ദൂരമാണ് കെ എന്ന് പറയുന്നത്. അപ്പൊ കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മീഡിയൻ പൊസിഷൻ അതായത് 23ൽ നിന്നും മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സന്റെ പൊസിഷൻ 17. 23ൽ നിന്നും 17 പോയാൽ 6. അതാണ് കെ എന്ന് പറയുന്നത്. 6 ഇൻറ്റു ഡി എത്രയാണോ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 1. ഇനി 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 150.5 സെന്റിമീറ്റർ ആണ്. പ്ലസ് 6 ഇൻറ്റു 1 6. 150.5 പ്ലസ് 6 എന്ത് വരും? 156.5 സെന്റിമീറ്റർ ആണ് മീഡിയൻ ഹൈറ്റ് അഥവാ മധ്യമ ഉയരം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ ഈസിയായി SLC കണക്ക് പരീക്ഷയ്ക്ക് ഒരു 5 മാർക്ക് നേടിയെടുക്കാം. അടുത്ത ചോദ്യം ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ഒരു ഡ്രോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിലേക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കാനാണ് ചോദ്യം. ഈ ചോദ്യം 3, 4 മാർക്കിനെല്ലാം ചോദിച്ചിട്ടുണ്ട്. 2020, 21, 22, 23, 24, 25 വർഷങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് വാല്യൂസ് മാത്രം മാറ്റിയിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചോദ്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നതാണ്. ഇതും ഒരു ഡ്രോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Draw a circle of radius 2.5 centimeters. Mark a point 6.5 centimeter away from the center. Draw the tangents to the circle from this point. Measure and write the lengths of the tangents. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സർക്കിൾ വരയ്ക്കണം, അതായത് ഒരു വൃത്തം വരയ്ക്കണം. ആ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം എത്രയാ? 2.5 സെന്റിമീറ്റർ ആയിരിക്കണം. എന്നിട്ട് 6.5 സെന്റിമീറ്റർ അകലെയായി ഒരു പോയിന്റ് ഇടുന്നു. ആ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് 2 ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആദ്യം തന്നെ നമ്മൾ 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിൽ നിന്നും 6.5 സെന്റിമീറ്റർ സ്കെയിലിൽ അളന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലൈനിന്റെ അറ്റത്തായിട്ട് പി എന്ന പോയിന്റ് ഇടുന്നു. ഈ പി എന്ന പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ വൃത്തത്തിലേക്ക് 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം
പി എന്ന പോയിന്റിൽ നിന്നും ഈ വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ ഈ സർക്കിളിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പോയിന്റ് സർക്കിളിന്റെ സെന്ററിനെ നമുക്ക് ഒ എന്ന് നെയിം ചെയ്യാം. ഒ പി എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് നമ്മൾ ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു. ഈ രണ്ട് സർക്കിൾസും കൂട്ടിമുട്ടുന്ന പോയിന്റുകളാണ്. പി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ടാൻജൻസ് അഥവാ തൊടുവരകൾ ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? ഒ പി എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ അതായത് ആ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണ്ടേ? റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 6.5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത്. അതിന്റെ നേർപകുതി കണ്ടുപിടിക്കണം. 6.5ന്റെ നേർപകുതി എന്ന് പറയുന്നത് 3.25 ഒക്കെയാണ്. അത് നമുക്ക് സ്കെയിലിൽ അളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലിൽ അളക്കാം. അല്ലാത്തൊരു മാർഗം, അതായത് ഒ പി എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം എന്താണ്? നമ്മൾ കോമ്പസ് എടുക്കുന്നു. കോമ്പസ് ഒ എന്ന പോയിന്റിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത അളവ് കോമ്പസിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ അടിയിലും ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതുപോലെ പി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് ഇതുപോലെ ഇതേ നിശ്ചിത ഈ സെയിം അളവ് ഓയിൽ നിന്ന് നമ്മൾ എടുത്ത എത്രയാണോ ആ അളവ് കോമ്പസ് അത് തന്നെ ആവണം ഈ പി എന്ന പോയിന്റിൽ വെക്കുമ്പോഴും ഉണ്ടാവേണ്ടത്. അതിനുശേഷം ഈ പി എന്ന പോയിന്റിൽ നിന്നും വീണ്ടും നമ്മൾ രണ്ട് ആർക്കുകൾ വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടിച്ച് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനാണ് ഈ ഒ പി എന്ന ലൈനിന്റെ കറക്റ്റ് സെന്റർ അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് കിട്ടിയില്ലേ? ഇനി ഈ മിഡ് പോയിന്റിൽ നമ്മുടെ കോമ്പസ് വെച്ച് ഒയിലേക്കോ പിയിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് നമ്മൾ അളവായി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒ പി എ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് സർക്കിളുകൾ കൂട്ടിമുട്ടുന്നത് ഈ രണ്ട് പോയിന്റുകളാണ്. പി എന്ന പോയിന്റിൽ നിന്നും ഈ വൃത്തത്തിലേക്ക് വരുന്ന ടാൻജൻസ് അഥവാ തൊടുവരകൾ ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എ ബി എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ പി എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിലേക്കും പി എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്കും രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ പി എ പി ബി എന്നീ രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ വെറും 5 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ ടാൻജൻസ്. ഈ പി എ പി ബി എന്നീ രണ്ട് ടാൻജൻസിന്റെ ലെങ്ത്തുകൾ അഥവാ നീളങ്ങൾ മെഷർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ മാത്രമേ ഒരു വൃത്തത്തിലേക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളുടെ നീളവും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ പി മുതൽ എയിലേക്കോ അല്ലെങ്കിൽ പി മുതൽ ബിയിലേക്കോ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് അളന്നാൽ മതി. കാരണം പി എയും പി ബിയും ലെങ്ത് എന്താണ്? തുല്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അപ്പൊ നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 6 സെന്റിമീറ്റർ എന്ന് ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഈസ് 6 സെന്റിമീറ്റർ അഥവാ തൊടുവരകളുടെ നീളം 6 സെന്റിമീറ്റർ എന്ന് എഴുതുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിൽ നിന്നുമുള്ള തിയറംസ് ഉപയോഗിച്ച് ആംഗിൾസ് അഥവാ കോണുകൾ കണ്ടുപിടിക്കാനാണ്. ഈ ഭാഗത്തിൽ നിന്നും 2025, 24, 23, 22, 21, 20 വർഷങ്ങളിൽ തുടർച്ചയായി പല രൂപത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 3, 4, 5 മാർക്കുകളിൽ ഈ ഭാഗത്തിൽ നിന്നും ചോദിക്കാറുണ്ട്. ഈ ഭാഗത്തിലെ ഏതൊരു ചോദ്യവും ഉത്തരം എഴുതാൻ ഈ ഒരു ചിത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്? ഇവിടെ നമുക്കൊരു സർക്കിൾ അഥവാ ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഈ വൃത്തത്തിന്റെ കേന്ദ്രം അഥവാ സെന്റർ ആണ് O. ഈ വൃത്തത്തിന്റെ കേന്ദ്രം അഥവാ സെന്റർ ആണ് O എന്ന് പറയുന്നത്. എ ബി എന്നത് ഈ വൃത്തത്തിന്റെ കോഡ് അഥവാ ഒരു ഞാണാണ്. എ ബി എന്ന കോഡ് അഥവാ ഞാണിൽ നിന്ന് വൃത്ത കേന്ദ്രത്തിലേക്ക് വന്ന ആംഗിൾ ആണ് X ഡിഗ്രി എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി എ ബി എന്ന ഇതേ കോഡ് അഥവാ ഇതേ ഞാണിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ സി ബി. അത് എത്രയാണ്? X/2 ഡിഗ്രിയാണ്. അതായത് കേന്ദ്ര കോണിന്റെ പകുതിയാണ്. ഇനി എ ബി എന്ന ഇതേ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഡി ബി. അത് എത്രയാണ്? 180 - X/2 ആണ്. അതായത് 180ൽ നിന്നും കേന്ദ്ര കോണിന്റെ പകുതി കുറച്ചതാണ്. ഇനി പി എന്നൊരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് തൊടുവരകൾ അഥവാ ടാൻജൻസ് ആണ് പി എ പി ബി എന്നീ രണ്ട് ലൈനുകൾ. ഇനി ഈ പി എ പി ബി എന്നീ രണ്ട് ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 - X ഡിഗ്രിയാണ്. അതായത് 180ൽ നിന്നും കേന്ദ്ര കോൺ കുറച്ചതാണ്. അതുപോലെ ഈ ടാൻജന്റും അതുപോലെ പി എ എന്ന ഈ ടാൻജന്റ് അഥവാ തൊടുവരയും എ ബി എന്ന കോഡ് അഥവാ ഞാണും തമ്മിലുള്ള ആംഗിൾ എന്താണ്? X/2 ഡിഗ്രിയാണ്. അതായത് കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അതുപോലെ തന്നെ പി ബി എന്ന ഈ ടാൻജന്റും എ ബി എന്ന കോഡും തമ്മിലുള്ള ആംഗിളും എത്ര തന്നെയാണ്? X/2 ഡിഗ്രിയാണ്.
അതുപോലെ എ ബി എന്ന കോഡ് അഥവാ ഞാണും AO എന്ന റേഡിയസ് അഥവാ വൃത്തത്തിന്റെ ആരവും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 മൈനസ് x/2 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ എ ബി എന്ന ഞാണും OB എന്ന റേഡിയസും തമ്മിലുള്ള ആംഗിളും 90 മൈനസ് x/2 ഡിഗ്രിയാണ്. ഇത്രയും ആംഗിൾസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്തിൽ നിന്നും വരുന്ന ഏതൊരു ചോദ്യവും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ആംഗിൾസുകൾ കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. P and PB are two tangents to the circle centered at O. O എന്ന കേന്ദ്രമുള്ള ഈ സർക്കിളിലേക്ക് വന്ന രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളാണ് PA, PB എന്നിവ. ആംഗിൾ ACB 105 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ മുൻപ് ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമുക്ക് ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ആ ആംഗിൾ ഉപയോഗിച്ച് കേന്ദ്ര കോണായ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ ബാക്കി എല്ലാ ആംഗിൾസും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ACB എന്ന ഈ ആംഗിൾ ആണ്. അതായത് നമ്മൾ AB എന്നീ രണ്ട് പോയിന്റ്സിനെ യോജിപ്പിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അതായത് AB എന്നൊരു കോഡ്. ഓക്കെ, ഈ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ഇത്, ആംഗിൾ AOB. ഇനി AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ADB. ഇനി AB എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ACB. പക്ഷേ ഈ കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഈ ഒരു ആംഗിൾ വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഈ ഒരു കോഡിനെ നമ്മൾ AB എന്ന് നെയിം ചെയ്യുന്നു. ഓക്കെ, AOB എന്നത് ഈ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വന്ന കേന്ദ്ര കോൺ. ഇനി ADB എന്നത് AB എന്ന കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വന്ന വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ADB. ഇനി ACB എന്നതോ കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് AB എന്ന സെയിം കോഡിൽ നിന്നും വന്ന ആംഗിൾ ആണ്. അതെത്രയാ? 180 മൈനസ് x/2 ആണെന്ന് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആംഗിൾ ACB എന്നത് 180 നിന്നും കേന്ദ്ര കോണിന്റെ പകുതി കുറച്ചതാണ്. അപ്പൊ നമ്മൾ 180 മൈനസ് x/2 എന്നത് 105 ഡിഗ്രി എന്നിടുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ ബാക്കി എല്ലാ ആംഗിൾസും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യാം? നമുക്ക് ഈ മൈനസ് x/2 ഇക്വേഷന്റെ ഈ സൈഡിലേക്കും ഈ 105 ഈ സൈഡിലേക്കും കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് വരും? ഈ പ്ലസ് 105 ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 105 ആവും. അപ്പൊ 180 മൈനസ് 105. ഇനി മൈനസ് x/2 ഈ സൈഡിലേക്ക് പോയപ്പോൾ എന്തായി? പ്ലസ് x/2 ആയി. ഇനി അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x ഈക്വൽ ടു ഈ 2 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ x ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ ഹരിക്കണം 2 അല്ലേ, അതുകൊണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗുണനമാവും. അപ്പൊ 2 ഇൻറ്റു 180 മൈനസ് 105. അപ്പൊ എത്ര കിട്ടി? 180 നിന്നും 105 പോയാൽ 75 ആണ്. 75 ഇൻറ്റു 2 ചെയ്താൽ 150. അതായത് ഈ ഒരു വൃത്തത്തിലെ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വന്ന കേന്ദ്ര കോൺ എത്രയാണ്? 150 ഡിഗ്രി. ഇപ്പൊ നമുക്ക് എക്സ് എത്രയാണെന്ന് കിട്ടി, 150 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? ഇനി ആദ്യം നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ADB, അതായത് AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ADB. അത് എത്രയാ? ആംഗിൾ ADB എത്രയാ? x/2 ഡിഗ്രി, അതായത് കേന്ദ്ര കോണിന്റെ പകുതി. കേന്ദ്ര കോണായ x എത്രയാ? 150 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 150ന്റെ പകുതി എന്ന് പറയുന്നത് 75 ഡിഗ്രി. ഓക്കെ, അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ AOB, അതായത് കേന്ദ്ര കോണ് തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആംഗിൾ AOB എന്നത് x ആണ്. എക്സ് എത്രയാ? 150 ഡിഗ്രി. അടുത്തത് ആംഗിൾ APB, അതായത് APB, അതായത് PA PB എന്നീ രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ തമ്മിലുള്ള കോണാണ്. അത് എങ്ങനെയാ കണ്ടുപിടിക്കുക? 180 മൈനസ് x ആണ്. ഇപ്പൊ x 150 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 180 മൈനസ് 150 എത്ര വരും? 30 ഡിഗ്രി. അടുത്ത ചോദ്യം എന്താ? ABP, അതായത് PB എന്ന ടാൻജന്റ് അഥവാ തൊടുവരയും AB എന്ന കോഡ് അഥവാ ഞാണും തമ്മിലുള്ള ആംഗിൾ. നമുക്കറിയാം ഒരു ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ? x/2 ആണ്, അതായത് കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അപ്പൊ നമ്മളിവിടെ x/2 എന്ന് ഇട്ട് കൊടുക്കുന്നു. x 150 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 150/2 എത്രയാ? 75 ഡിഗ്രി. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? ആംഗിൾ ABO. ഓക്കെ, അതായത് ABO ഈ ഒരു ആംഗിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല.
ഇത് വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് എ ബി എന്ന കോഡും അതുപോലെ തന്നെ പി ബി എന്ന ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാ? എ ബി പി എന്നത് 75 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠത്തിൽ അറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവും ഈ സർക്കിളിലേക്ക് അഥവാ വൃത്തത്തിലേക്ക് വന്ന ടാൻജന്റ് തമ്മിലുള്ള കോൺ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു സർക്കിൾ, ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും വരുന്ന റേഡിയസും ഇനി ഈ സർക്കിളിലേക്ക് വന്ന ഒരു ടാൻജന്റും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒ ബി എന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമല്ലേ, കാരണം സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്ക് വന്ന ഒരു ലൈനാണ് ഒ ബി. അപ്പൊ ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. പി ബി എന്നത് ടാൻജന്റ് ആണ്. അതായത് ഒ ബിയും പി ബിയും തമ്മിലുള്ള മുഴുവൻ കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, ഒ ബി എന്ന റേഡിയസും പി ബി എന്ന ടാൻജന്റും ഒ ബി എന്ന ആരവും പി ബി എന്ന തൊടുവരയും തമ്മിലുള്ള കോൺ 90 ഡിഗ്രിയാണ്. അതിലെ ഇത്രയും ആംഗിൾസ് 75 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബാക്കി ഇത്ര ആംഗിൾസ് നമുക്ക് എങ്ങനെ കാണാം? ഈ ടോട്ടൽ 90 ഡിഗ്രിയിൽ നിന്നും ഈ 75 ഡിഗ്രി കുറച്ചാൽ പോരെ? 90 ഡിഗ്രിയിൽ നിന്നും 75 ഡിഗ്രി കുറച്ചാൽ 15 ഡിഗ്രി. അതായത് ആംഗിൾ എ ബി ഒ എത്രയാണ്? 15 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പൊ ഈ എക്സ് കണ്ടുപിടിച്ചു. ആദ്യം തന്നെ കേന്ദ്ര കോൺ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ ആംഗിൾസും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം, സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ഡ്രോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഒരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരം തന്നിട്ട് ആ ചതുരത്തിന്റെ അതേ ഏരിയ അഥവാ പരപ്പളവുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം വരയ്ക്കാനാണ് ചോദിക്കാറ്. ഈ ചോദ്യവും 3, 4, 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. 2025, 24, 23, 22, 21, 20 വർഷങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. എങ്ങനെയാണ് ഒരു ചതുരത്തിന്റെ അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്ന് നോക്കാം. Draw a rectangle of sides 7 centimeters and 3 centimeters and draw a square of equal area to it. 7 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ചതുരം വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. എന്താണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ആദ്യം തന്നെ ഒരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരം വരയ്ക്കണം. ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് 7 സെന്റിമീറ്റർ ആണെന്നും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി ഈ റെക്ടാങ്കിളിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം അഥവാ ഒരു സമചതുരം വരയ്ക്കണം. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് 7 ഇൻറ്റു 3 എത്രയാണ്? 7 ഇൻറ്റു 3 21 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാങ്കിൾ അഥവാ ഈ ചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ്. ഇനി ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവ് എത്രയാണ്? 21 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് സ്ക്വയർ ആണ്. ലെങ്ത് സ്ക്വയർ ഈക്വൽ ടു 21 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് ലെങ്ത് ഈക്വൽ ടു എന്താണ്? ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √21 സെന്റിമീറ്റർ ആണ്. അതായത് നമുക്ക് 21 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ അഥവാ പരപ്പളവുള്ള ഒരു സ്ക്വയർ നിർമ്മിക്കണമെങ്കിൽ അതിന്റെ 4 സൈഡുകളും √21 സെന്റിമീറ്റർ വീതമായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് √21 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരമാണ് നിർമ്മിക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറം അല്ലെങ്കിൽ ഒരു ഫിഗർ ഉപയോഗിച്ചാണ്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു സർക്കിൾ ആണ്. ഇത് ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ്. ഈ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ആണ് എ ബി എന്ന ഈ ലൈൻ. ഇനി ഈ എ ബി എന്ന ലൈനിനെ കട്ട് ചെയ്തുകൊണ്ട് പെർപെൻഡിക്കുലറായി മറ്റൊരു ലൈൻ വരയ്ക്കുകയാണ് സി ഡി. എ ബി എന്ന ഈ ലൈനും സി ഡി എന്ന ഈ ലൈനും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് നമുക്ക് പി എന്ന് നെയിം ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഇൻറ്റു പി ബി എന്നത് പി സി സ്ക്വയർ ആണ്. ഇതാണ് നമ്മൾ സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്ന കാര്യം. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു ഇതിൽ റിലേറ്റ് ആവുന്നത് എന്ന് നോക്കാം.
നമ്മൾ എന്ത് ചെയ്യണം, പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് ആദ്യം തന്ന റെക്ടാങ്കിൾ അഥവാ ചതുരത്തിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുകയാണ്. അതായത് പി മുതൽ എ വരെ നമുക്ക് 7 സെന്റിമീറ്റർ എടുക്കുന്നു. ഇനി പി മുതൽ ബി വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റെക്ടാങ്കിൾ അഥവാ ഈ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതിയായിട്ട് എടുക്കുകയാണ്. അതായത് പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, പി എ എന്നത് 7 പി ബി എന്നത് 3 7 × 3 എത്രയാണ്, 21 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പി എ 7 സെന്റിമീറ്റർ ആണ്, പി ബി 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പി സി സ്ക്വയർ ഈക്വൽ ടു 21 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് പി സി സ്ക്വയർ എന്നത് 21 എന്ന് എഴുതാം. അതായത് പി സി എന്നത് എന്ത് വരും, ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √21 സെന്റിമീറ്റർ. അതായത് പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് 7 പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 എടുത്തു കഴിഞ്ഞാൽ പി മുതൽ സി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് √21 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് പി മുതൽ എ വരെയുള്ളത് 7 സെന്റിമീറ്ററും പി മുതൽ ബി വരെയുള്ളത് 3 സെന്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ ആ പി എന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അഥവാ ലംബത്തിന്റെ ദൂരം എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം √21 സെന്റിമീറ്റർ ആയിരിക്കും. ആ അളവ് നമുക്ക് 4 സൈഡിക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് √21 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു ചതുരം കിട്ടില്ലേ? അതായത് ഈ റെക്ടാങ്കിളിന്റെ ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ കിട്ടില്ലേ? ഈ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം വരയ്ക്കുന്നത്. നമുക്ക് ഈ ഒരു റെക്ടാങ്കിൾ കൂടി ഈ ഒരു ഫിഗർ ഉൾപ്പെടുത്തണം. അതിനെന്ത് ചെയ്താൽ മതി, പി ബി എന്ന ഈ ഡിസ്റ്റൻസ് അതായത് 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടേക്ക് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് 7 സെന്റിമീറ്ററും ഇവിടേക്ക് 3 സെന്റിമീറ്ററും എടുത്ത് ഇത് നമുക്ക് തന്നിട്ടുള്ള റെക്ടാങ്കിൾ അഥവാ ചതുരമാണ്. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സ്ക്വയർ ആണ്. ഈ ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്, ഈ ഒരു സർക്കിൾ ആണ് നമുക്ക് ആദ്യം തന്നെ വരയ്ക്കേണ്ടത്, അഥവാ ഈ ഒരു വൃത്തമാണ് നമുക്ക് ആദ്യം തന്നെ വരയ്ക്കേണ്ടത്. അപ്പൊ ഈ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ ബി എന്നത്. എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 7 സെന്റിമീറ്ററും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 7 3 കൂട്ടിയാൽ 10 സെന്റിമീറ്റർ ആണ്. അതായത് നമുക്ക് വരയ്ക്കേണ്ടത് 10 സെന്റിമീറ്റർ ഡയമീറ്റർ അഥവാ വ്യാസമുള്ള ഒരു സർക്കിൾ ആണ്. 10 സെന്റിമീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും, 10ന്റെ പകുതി 5 ആയിരിക്കും. അതായത് 5 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായിട്ട് കോമ്പസിൽ നമ്മൾ 5 സെന്റിമീറ്റർ അളക്കുന്നു. അതിനുശേഷം 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, എ ബി എന്ന ഈ ഡയമീറ്റർ വരയ്ക്കണം. സ്കെയിൽ ഉപയോഗിച്ച് സർക്കിളിന്റെ സെന്ററിലൂടെ എ ബി എന്ന ഡയമീറ്റർ വരച്ചു. ഈ എ ബി എന്ന ഡയമീറ്ററിന്റെ നീളം എത്രയാണ്, 10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എ എന്ന പോയിന്റിൽ നിന്നും 7 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തണം. അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് എ എന്ന പോയിന്റിൽ നിന്നും 7 സെന്റിമീറ്റർ അളക്കുന്നു. അതിനുശേഷം അവിടെ നമ്മൾ പി എന്ന പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ പി എന്ന ഈ പോയിന്റിലൂടെ നമുക്കൊരു പെർപെൻഡിക്കുലർ അഥവാ ഒരു ലംബം വരയ്ക്കണം. ആ ലൈനിന്റെ പേര് സി ഡി എന്നാണ്. ഈ ലൈനിനെ നമുക്ക് സി ഡി എന്ന് എഴുതാം. ഇനി എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 7 സെന്റിമീറ്റർ ആണെന്നും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണെന്നും അടയാളപ്പെടുത്താം. ഇനി നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിന്റെ സൈഡുകളുടെ ലെങ്ത് ആണ് ഈ പി മുതൽ സി വരെയുള്ള ഈ ലെങ്ത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാം. കാരണം ഇവിടെ നമ്മൾ ഡ്രോ എ റെക്ടാങ്കിൾ ആണ് ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റെക്ടാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിയിൽ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അളക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് 7 സെന്റിമീറ്ററും അതുപോലെ എ എന്ന ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്ററും അളന്നെടുക്കണം. എങ്കിലല്ലേ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാൻ സാധിക്കുക. അതിനായിട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നു. കോമ്പസിൽ ആദ്യം തന്നെ നമ്മൾ 3 സെന്റിമീറ്റർ അളക്കുന്നു. അതിനുശേഷം എ എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് 3 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ കോമ്പസിൽ 7 സെന്റിമീറ്റർ അളന്നതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ച് 7 സെന്റിമീറ്ററിൽ നമ്മൾ മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. ഈ 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ റെക്ടാങ്കിളിന്റെ 4ാമത്തെ വെർട്ടെക്സ് അഥവാ 4ാമത്തെ മൂല. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നും എ എന്ന ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെക്ടാങ്കിൾ അഥവാ ചതുരം കിട്ടും.
ഈ ഒരു ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് 7 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് റെക്ടാങ്കിൾ, നമ്മളോട് പറഞ്ഞതുപോലെയുള്ള റെക്ടാങ്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ ഏരിയയുള്ള സ്ക്വയർ ആണ് നിർമ്മിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഇതേ ഏരിയയുള്ള സ്ക്വയർ നിർമ്മിക്കണമെങ്കിൽ ആ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പി സി ആയിരിക്കും. കാരണം എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 7 സെന്റിമീറ്ററും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്ററും ആണെങ്കിൽ പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് √21 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടതും √21 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തുമുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തതിന് ശേഷം പി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് പി സി എന്ന അളവിൽ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി പി എന്ന പോയിന്റിൽ നിന്നും ഈ ആർക്കിലേക്ക് നമുക്ക് ഈ പി ബി എന്ന ലൈൻ നീട്ടി വരയ്ക്കണം. ഇനി അതേ കോമ്പസ് സി എന്ന പോയിന്റിൽ വെച്ച് പി സി എന്ന ഇതേ ലൈനിന്റെ നീളം നമുക്ക് ഇങ്ങോട്ടും, അതുപോലെ കോമ്പസ് ഈ പോയിന്റിൽ വെച്ച് പി സി എന്ന നീളം ഇങ്ങോട്ടും ആർക്കായിട്ട് അടയാളപ്പെടുത്തണം. ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ 4ാമത്തെ വെർട്ടെക്സ് അഥവാ 4ാമത്തെ മൂല. ഇനി സിയിൽ നിന്നും അതുപോലെ ഈ പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പി സി എന്ന ഈ ലൈനിന്റെ നീളം 4 വശങ്ങളുമുള്ള ഒരു ചതുരം കിട്ടും. ഈ ഒരു നീളം എത്രയായിരിക്കും? √21 സെന്റിമീറ്റർ ആണ്. ഈ നീളം എത്രയായിരിക്കും? √21 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു നീളം എത്രയായിരിക്കും? √21 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വരയ്ക്കേണ്ടതും √21 സെന്റിമീറ്റർ 4 വശങ്ങളുള്ള ഒരു സ്ക്വയർ അല്ലേ? അതായത് ഈ റെക്ടാങ്കിളിന്റെ ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചിരിക്കുന്നു. അടുത്തത് പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന പാഠത്തിൽ നിന്നും വന്ന ചോദ്യമാണ്. ഒരു പോളിനോമിയൽ അഥവാ ബഹുപദം തന്ന് അതിനെ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് അഥവാ 1ാം കൃതി ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കി എഴുതാനാണ് ചോദിക്കുക. 4 മാർക്കിനാണ് ഈ ചോദ്യം വരുന്നത്. 2025, 24, 23, 22, 21, 20 വർഷങ്ങളിൽ തുടർച്ചയായി ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇഫ് x - 1 ഈസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ p of x. ഇപ്പോൾ p of x എന്നൊരു പോളിനോമിയൽ ഉണ്ട്. ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് x - 1. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്തായിരിക്കും? ഇവിടെ x - 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ നേരെ ഓപ്പോസിറ്റ് സൈൻ x = +1 ആണ് സൊല്യൂഷൻ. ഇനി ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ് x = 1 എങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പോളിനോമിയലിൽ 1 എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ p of 1 എന്താണ്? 0. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇഫ് p of x = x² - 7x + 12, വാട്ട് ഈസ് p of 3? അതായത് എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. അപ്പൊ p of x നമുക്ക് തന്നിട്ടുള്ളത് x² - 7x + 12 ആണ്. ഇനി p of 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്തൊക്കെ 3 ഇട്ട് കൊടുക്കണം. 3² - 7 × 3 + 12. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 - 7 × 3 21 + 12. ഇനി 9 + 12 എത്രയാണ്? 21. 21ൽ നിന്ന് 21 പോയാൽ 0. p of 3 നമുക്ക് എന്താണ് കിട്ടിയത്? 0 ആണ്. നമുക്കറിയാം ഒരു സൊല്യൂഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? എ എന്നൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ p of a ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. ഇവിടെ p of 3 എന്ന് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 3 ഈസ് എ സൊല്യൂഷൻ ഓഫ് p of x. 3 p of x ന്റെ ഒരു പരിഹാരമാണ്. അത് ജസ്റ്റ് ഞാൻ എഴുതിയെന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് p of x - p of 3. ഈ p of x - p of 3യുടെ ഒരു ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. p of x - p of 3 എന്താണ്? p of x - p of 3 എന്താ? 0. അപ്പൊ എന്ത് തന്നെയാണ് വന്നത്? p of x. അതായത് x² - 7x + 12 തന്നെയാണ് നമ്മുടെ പോളിനോമിയൽ. ഇനി ഈ പോളിനോമിയലിന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോ നേരത്തെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 3 ഈസ് എ സൊല്യൂഷൻ ഓഫ് p of x. 3 p of x ന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫാക്ടർ എഴുതിക്കൂടെ? ഇപ്പൊ ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ ആണ് x = p. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫാക്ടർ എഴുതിക്കൂടെ? എങ്ങനെയാണ് എഴുതുക? x = 3 എന്നത് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഫാക്ടർ ആക്കിയിട്ട് എഴുതുക? ഫാക്ടർ = x - 3. കാരണം ഇവിടെ x = +3 ആണ്. അപ്പൊ ഫാക്ടർ ആക്കി എഴുതുമ്പോൾ x - 3. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് p of x - p of 3 = 0. അതായത് p of x - p of 3 നമുക്ക് കിട്ടിയത് x² -
7x+12 എന്ന ഉത്തരം തന്നെയാണ്. ഇതിന്റെ ഒരു സൊല്യൂഷൻസുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുലയോ അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇതിന്റെ സൊല്യൂഷൻ കാണാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. എ ബി സി എഴുതണം. എ എന്നത് എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പറാണ്, ബി എന്നത് എക്സിന്റെ കൂടെയുള്ള നമ്പറാണ്, സി എന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ ആണ്. അപ്പൊ എ ബി സി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈക്വൽ ടു ഇനി മൈനസ് ബി ആണ്. അപ്പൊ -7 എന്തായി, +7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -7ന്റെ സ്ക്വയർ എത്രയാണ്, 49 മൈനസ് ഇനി 4 ഇൻറ്റു എ ഇൻറ്റു സി. 4 ഇൻറ്റു 1 എത്രയാണ്, 4 തന്നെയാണ്. ഇനി 4 ഇൻറ്റു 12 എത്രയാണ്, 48 ഡിവൈഡഡ് ബൈ 2a എന്നാണ് പറഞ്ഞത്. 2 ഇൻറ്റു 1 2 തന്നെ ഈക്വൽ ടു 7 പ്ലസ് ഓർ മൈനസ് 49ൽ നിന്ന് 48 പോയാൽ എത്രയാണ്, 1 ആണ്. 1ന്റെ റൂട്ട് എത്രയാണ്, 1 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 7 പ്ലസ് ഓർ മൈനസ് 1/2. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഉത്തരങ്ങൾ വരും. ഒന്ന് 7 മൈനസ് 1/2 ഓർ 7 പ്ലസ് 1/2. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടും. 7ൽ നിന്ന് 1 പോയാൽ എത്രയാണ്, 6. 6ന്റെ പകുതി എത്രയാണ്, 3. ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. അത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിരുന്നു. ഇനി 7 പ്ലസ് 1 എത്രയാണ്, 8. 8ന്റെ പകുതി എത്രയാണ്, 4. അപ്പോൾ എക്സ് ഈക്വൽ ടു 3ഉം എക്സ് ഈക്വൽ ടു 4ഉമാണ് ഈ പോളിനോമിയലിന്റെ രണ്ട് സൊല്യൂഷൻസ്. ഇനി മൂന്നാമത്തെ ചോദ്യം, കൺസിഡർ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്, റൈറ്റ് പി ഓഫ് എക്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അഥവാ ഈ പി ഓഫ് എക്സ് എന്നത് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക? അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ ഫാക്ടേഴ്സിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് അഥവാ ഗുണന ഫലമാക്കി എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോളിനോമിയൽ എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് എഴുതി ഈക്വൽ ടു 0. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ആദ്യം തന്നെ ഇതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എയും ബിയും സിയും കണ്ടുപിടിക്കണം. എ എന്നത് എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ, ബി എന്നത് എക്സിന്റെ കൂടെയുള്ള നമ്പർ, സി എന്നത് നമ്മുടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന വാല്യൂ. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇനി നമുക്ക് എ ബി സി എല്ലാം ഇട്ട് കൊടുക്കാം. മൈനസ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് -5 എന്തായി, +5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഇനി പി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ബി എന്താണ്, -5 ആണ്. -5ന്റെ സ്ക്വയർ 25 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എത്രയാണ്, 6 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 2 തന്നെ ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 6 എത്രയാണ്, 24 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25ൽ നിന്ന് 24 പോയാൽ 1. 1ന്റെ റൂട്ട് എത്രയാണ്, 1 തന്നെ ബൈ 2. ഇനി ഇവിടെ 2 എക്സിന്റെ വാല്യൂസ് വരും. ഒന്നാമത്തെ എക്സിന്റെ വാല്യൂ 5 മൈനസ് 1/2 ഓർ രണ്ടാമത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു 5 പ്ലസ് 1/2. ഇനി 5 മൈനസ് 1/2 എന്ത് വരും, 5ൽ നിന്ന് 1 പോയാൽ 4, 4ന്റെ പകുതി 2 ഓർ ഇനി 5 പ്ലസ് 1 6, 6ന്റെ പകുതി എത്രയാണ്, 3. അപ്പോൾ എക്സിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 3. ഇനി ഇതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. എങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കി എഴുതുക, അതിന്റെ സൈനുകളുടെ ഓപ്പോസിറ്റ് ആയിട്ട്. എക്സ് ഈക്വൽ ടു +2 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഫാക്ടർ ആക്കി എഴുതും, x-2. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടറോ എക്സ് ഈക്വൽ ടു +3 ആണ്. അപ്പൊ x-3 ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഇനി ഈ രണ്ട് ഫാക്ടറുകളെ ഗുണന ഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്തെഴുതും, പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. x-2 ഇൻറ്റു x-3. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സൊല്യൂഷനിൽ നിന്ന് സൈനുകൾ ഓപ്പോസിറ്റ് ആക്കിയിട്ട്, അതായത് നമ്പറുകളുടെ സൈനുകൾ പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്, അങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്നു. ഫാക്ടേഴ്സിനെ ഗുണന ഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ പോളിനോമിയലിനെ x² - 5x + 6 എന്ന പോളിനോമിയലിനെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് കിട്ടും. അഥവാ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ p of x = 0. ഈ ഇക്വേഷന്റെ അഥവാ ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ്. ഏതൊക്കെയാണ് സൊല്യൂഷൻ? x = 2 ആൻഡ് x = 3. ഇത്രയും ചോദ്യങ്ങളാണ് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്ത ചോദ്യം, ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയെയും ബീജഗണിതവും എന്ന പാഠത്തിലെയാണ്. ഒരു ലൈനിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ തന്ന ആ വരയുടെ സ്ലോപ്പും ഇക്വേഷൻസും അഥവാ ചരിവും ബീജഗണിതവും കാണാനാണ് ചോദിക്കുക. 2025 മുതൽ 2021 വരെ തുടർച്ചയായി ഈ ചോദ്യം പല രീതിയിലായി ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. 5 and 3, 7 are 2 points on a line. അപ്പൊ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിലെ രണ്ട് പോയിന്റുകളാണ് 2, 5 3, 7. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള സ്ലോപ്പ് ആണ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. ഇവിടെ ഇതെന്താണ്? x1 y1 ആണ്. ഇതോ x2 y2 ആണ്. അപ്പോൾ y2 ഏതാണ്? 7, y1 5, x2 ഏതാണ്? 3, x1 2. 7ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 2. 3ൽ നിന്ന് 2 പോയാലോ 1. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഇക്വേഷൻ, സ്ലോപ്പ് ഓഫ് ദ ലൈൻ എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ ഓഫ് എ ലൈൻ എങ്ങനെയാണ് എഴുതുക? ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈക്വൽ ടു y - y1 ഈക്വൽ ടു m × x - x1. ഇവിടെ y1 x1 നമുക്കുണ്ട്, m നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതിക്കൂടെ? y - y1 എത്രയാ? 5, m എത്രയാണ്? 2, x - x1 എത്രയാണ്? 2. ഇനി ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. y - 5 ഈക്വൽ ടു 2 × x 2x മൈനസ് 2 × 2 4. ഇനി ഈ 2x നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. y - 2x, ഇവിടെ പ്ലസ് 2x ഈ സൈഡിലേക്ക് വന്നപ്പോൾ -2x ആയി. ഇനി ഇവിടെ ഓൾറെഡി -4 ഉണ്ട്. ഈ +5 ആ സൈഡിലേക്ക്, ഈ -5 ഈ സൈഡിലേക്ക് വന്നാൽ +5. അപ്പോൾ y - 2x ഈക്വൽ ടു -4 + 5 എന്താണ്? 5ൽ നിന്ന് 4 പോയാൽ 1. അപ്പോൾ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y - 2x ഈക്വൽ ടു 1. അടുത്ത ചോദ്യം, അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഒരു സീക്വൻസോ ആ സീക്വൻസിന്റെ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രായിക് ഫോമോ തന്നിട്ട് അതിൽ നിന്നും അതിന്റെ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം, nth ടേം ഇവയൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദിക്കാറ്. ഇത് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 2025, 24, 23, 22, 21, 20 വർഷങ്ങളിൽ തുടർച്ചയായി സെയിം ചോദ്യങ്ങൾ പല രീതിയിലായിട്ട് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. നമുക്കൊരു സീക്വൻസ് തരും. ഇവിടെ ഞാൻ സീക്വൻസ് എടുക്കുകയാണ് 1, 4, 7, 10 എക്സെട്ര. ഇനി ഈ സീക്വൻസ് തന്നിട്ട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം 1, 4, 7, 10 എക്സെട്ര. ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറയും. ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിലെ ആദ്യത്തെ ടേം അഥവാ ആദ്യത്തെ പദമാണ് ആദ്യ പദം. ഇവിടെ ഏതാണ്? 1. ഇനി രണ്ടാമതായി വരുന്ന ചോദ്യം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ്. എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? അടുത്തടുത്ത 2 ടേംസ് അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ 4ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 4ൽ നിന്ന് 1 പോയാൽ 3. 7ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 7ൽ നിന്ന് 4 പോയാൽ 3. 10ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 10ൽ നിന്ന് 7 പോയാൽ 3. അപ്പോൾ ഡി എന്താണ് കിട്ടിയത്? 3. ഇവിടെ മറ്റൊരു ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. ഒരു സീക്വൻസ് അഥവാ ഒരു ശ്രേണി തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപോലെയായാൽ നമുക്ക് എന്ത് പറയാം? അതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. ഫോർ എക്സാമ്പിൾ 2, 3, 6, 8 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? 3ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 1 ആണ്. 6ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 3 ആണ്. 8ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 2 ആണ്. ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഡിഫറന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യമായിരിക്കും. ഇനി ഇവിടെ മൂന്നാമത് വരാൻ സാധ്യതയുള്ള ചോദ്യം, ഇവിടെ 1, 4, 7, 10 എന്നീ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇനി 5ാമത്തെ ടേം, അതായത് 10ന് ശേഷമുള്ള നെക്സ്റ്റ് ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയും.
ഒന്നിൽ നിന്ന് 3 കൂട്ടിയപ്പോൾ 4 കിട്ടി, 4ൽ നിന്ന് 3 കൂട്ടിയപ്പോൾ 7 കിട്ടി, 7ൽ നിന്ന് 3 കൂട്ടിയപ്പോൾ 10 കിട്ടി. 10നോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. 10 + 3, നെക്സ്റ്റ് ടേം എത്രയാണ്? 13. ഇനി 4ാമത്തെ ചോദ്യം. ഈ സീക്വൻസ്, ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാൻ പറയും. ആൾജിബ്രൈക് ഫോം കാണാൻ ഉള്ള ഇക്വേഷൻ എന്താണ്? ആൾജിബ്രൈക് ഫോം ഈക്വൽ ടു dn + f - d. ഓക്കെ, ഇവിടെ ഡിയും എഫും നമുക്ക് അറിയാം. ഡി എന്താണ്? 3n പ്ലസ് എഫ് എന്താണ്? 1 - 3 ഈക്വൽ ടു 3n - 1 - 3 എന്ന് പറയുന്നത് -2. അപ്പോ ഈ സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം എന്താണ്? 3n - 2 ആണ്. ഇനി അഞ്ചാമതായി ചോദിക്കുന്ന ചോദ്യം, ഇതിലെ ഏതെങ്കിലും nth ടേം കണ്ടുപിടിക്കാൻ, അതായത് 21th ടേം അല്ലെങ്കിൽ 20th ടേം ഒക്കെ കണ്ടുപിടിക്കാൻ പറയും. ഇനി 21th ടേം ആണെങ്കിൽ അതിനുള്ള ഇക്വേഷനും ഇത് തന്നെയാണ്, dn + f - d. ആൾജിബ്രൈക് ഫോമിൽ എന്നിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കില്ല. ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ ടേമിന്റെ പൊസിഷൻ ആണ് n എന്ന് പറയുന്നത്. d 3 ആണ്. 3 ഇൻറ്റു n എന്ന് പറയുന്നത് 21ാമത്തെ പദമാണ്, പ്ലസ് 1 - 3 ഈക്വൽ ടു 3 ഇൻറ്റു 21 എത്രയാണ്? 63. 63 പ്ലസ് 1 - 3 -2. 63ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ എത്ര വരും? 61. അപ്പൊ 21th ടേം എത്രയാണ്? 61 ആണ്. ഇനി അവസാനമായി ഇതിൽ നിന്ന് വരുന്ന ചോദ്യം, ഈസ് 58 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അതായത് 58 എന്ന നമ്പർ ഈ സീക്വൻസ് അഥവാ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് ചോദിക്കും. ഓക്കെ, അതെങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഇവിടുത്തെ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മൾ അത് ആൻസർ ചെയ്യുന്നത്. All terms of a sequence have equal remainder when the terms are divided by the common difference. എന്താണ് നമ്മുടെ തിയറം പറയുന്നത്? ഒരു സീക്വൻസ് ഉണ്ട്, 1, 4, 7, 10. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3. അപ്പോൾ ഈ സീക്വൻസിലെ ഏതൊരു പദത്തെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ തുല്യമായിരിക്കും. അതായത് 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4ൽ എത്ര 3 ഉണ്ട്? 1 × 3 3. 4ൽ നിന്ന് 3 പോയാൽ 1. റിമൈൻഡർ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1 ആണ്. അതുപോലെ തന്നെ 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത്? അതും 1 തന്നെയാണ്. അതുപോലെ 10നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അതായത് ഈ സീക്വൻസിലെ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു പദത്തെയും 3 കൊണ്ട് അഥവാ ഇതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ സെയിം ആയിരിക്കും. ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതുന്നത്. നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം എടുത്ത് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. എത്രയാണ്? 1 ആണ്. ഇനി ഇതേപോലെ 58നെയും അതേ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5ൽ എത്ര 3 ഉണ്ട്? 1. 1 × 3 3. 5ൽ നിന്ന് 3 പോയാൽ 2. 28ൽ എത്ര 3 ഉണ്ട്? 9. 9 × 3 27. 28ൽ നിന്ന് 27 പോയാൽ 1. അപ്പൊ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടിയത്? 1 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 58 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്.